നമ്മളെല്ലാം പല യാത്രകൾ ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ പോയ സ്ഥലത്ത് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും പോകുന്നവരുണ്ട്. പുതിയ പുതിയ സ്ഥലങ്ങൾ പോയി കാണുന്നവരുണ്ട്. നമ്മളൊക്കെ പ്രവാസികൾ നാട്ടിൽ വന്നാൽ നിർബന്ധമായിട്ടും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ എല്ലാ മസ്ജിദുകളിലൊക്കെയുള്ള ഖബർസ്ഥാനുകൾ. നമ്മുടെ പലരുടെയും ഉമ്മമാർ, ഉപ്പമാർ, വല്യപ്പമാർ, സഹോദരന്മാർ, കുടുംബക്കാർ, എളാമ, മൂത്താപ്പ, നമ്മുടെ മക്കൾ, നമ്മുടെ കൂടെ പഠിച്ചവർ, നമ്മളെ സുഹൃത്തുക്കൾ, നമ്മുടെ കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ചൊറ പറഞ്ഞിരുന്ന ആളുകളെല്ലാം പലരും ഇന്ന് ഖബർസ്ഥാനുകളിലാണ്. നമ്മളൊക്കെ നാട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ ഈ ഖബർസ്ഥാനുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സന്ദർശിക്കണം. മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കളൊക്കെ കൂട്ടിയിട്ട് ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ട് ഇവരോട് സംസാരിക്കണം, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് ഈ ഖബറുകളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. ഈ ഖബർസ്ഥാനിലുള്ള ഈ ഖബറിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഒരുപാട് പാടുപെട്ട മനുഷ്യർ. അതിൻ്റെ ഇടയിൽ സ്വയം ജീവിതം ജീവിക്കാൻ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് സ്വയം ഒരുക്കിത്തീർന്ന ഒരുപാട് ആളുകൾ, പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങിയവർ, ജീവിച്ച് കൊതി തീരുന്നതിന് മുൻപേ മടങ്ങിയവർ, ജീവിതം തുടങ്ങുന്നതിന് മുന്നേ തന്നെ അത് മതിയാക്കി മടങ്ങിയവർ, അങ്ങനെ വലിയ വലിയ കൊട്ടാരങ്ങളിലും വലിയ വലിയ കാറുകളിലും കുടിലുകളിലും ഒക്കെ ജീവിച്ച് സഞ്ചരിച്ച് അതുപോലെ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന ടോപ്പ് പൊസിഷനിൽ ഇരുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ഖബർസ്ഥാനിലുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരോട് ചിരിക്കാൻ മറന്നവർ, ചിരിക്കാതെ നടന്നവർ, അഹങ്കരിച്ച് നടന്നവർ, സ്വന്തം മാതാപിതാക്കളോട് പോലും സംസാരിച്ചിട്ട് മാസങ്ങളായവർ, ഒരിഞ്ച് ഭൂമിൻ്റെ പേരിൽ സ്വന്തം സഹോദരങ്ങളുമായിട്ട് പിണങ്ങി നടക്കുന്ന ഒരുപാട് ആളുകൾ, സഹോദരിമാരുമായിട്ട് കുടുംബ ബന്ധങ്ങൾ പുലർത്താതെ കുടുംബബന്ധം മുറിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ, മറ്റുള്ളവർക്ക് എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാം, മറ്റുള്ളവരെ എങ്ങനെയൊക്കെ കഷ്ടത്തിലാക്കാം എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ. ഈ കുറഞ്ഞ കാലയളവിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ നമ്മൾ ചെയ്തു കൂട്ടുന്നു. നമ്മൾ ഏതൊരു സാധനം, ഒരു മൊബൈലാകട്ടെ, ഏതൊരു ഇലക്ട്രോണിക് ഉപകരണം വാങ്ങിക്കഴിഞ്ഞാലും നമുക്ക് ഗ്യാരണ്ടി അവർ കമ്പനി തരുന്നുണ്ട്. പക്ഷെ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു ജീവിതമാണ് മനുഷ്യൻ്റെ ആയുസ്. ഏത് സമയവും നമ്മൾ മരിക്കും. അതായത് നമ്മുടെ ചെരുപ്പിൻ്റെ വാറ് എത്രത്തോളം നമ്മൾ കാലുമായിട്ട് അടുത്തിരിക്കുന്ന അത്രത്തോളം നമ്മൾ മരണവുമായിട്ട് അടുത്ത് ജീവിക്കുക. ഏത് സമയം നമുക്കൊരു മനുഷ്യനും എപ്പം മരിക്കും അല്ലെങ്കിൽ എന്ന് മരിക്കും എന്നൊരു മനുഷ്യനും അറിയില്ല. ഇന്ന ആൾ മരിച്ച് എന്ന് പറയുമ്പോൾ ഓനോ ഇത്ര പെട്ടെന്നോ എന്താ സംഭവിച്ച് നമുക്കെല്ലാവർക്കും ഷോക്കായിരിക്കും. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഒരായുസ് കൊണ്ട് 10, 20, 30 വർഷം കഷ്ടപ്പെട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയ നമ്മുടെ വീട്, നമ്മുടെ കാറ്, നമ്മുടെ ഡ്രസ്സുകൾ, നമ്മുടെ ഓർണമെൻറ്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ ബിൽഡിങ്, നമ്മൾ ഒരുപാട് എന്തെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ അത് ആരായാലും അതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് വെറും 3 കഷ്ണം തുണി അതിനകത്ത് പൊതിഞ്ഞിട്ട് അത് മാത്രമാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മളെല്ലാവരും കൊണ്ടുപോകുന്നത് നമ്മൾ ജീവിതകാലത്ത് ചെയ്തു വെച്ചിട്ടുള്ള എന്തെങ്കിലും അമലുകൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കൂടെ പോരും. അതുപോലെ നമ്മൾ സദഖത്തുൻ ജാരിയ നമ്മൾ ചെയ്ത നമ്മുടെ സമ്പത്തിൽ നിന്നും നല്ല രീതിയിൽ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ മക്കളെ പ്രാപ്തരാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ 3 കാര്യങ്ങളല്ലാതെ ഒരു സാധനവും ഒരു മനുഷ്യനും ഈ ഖബറിലോട്ട് കൊണ്ടുപോകുന്നില്ല. അപ്പം ജീവിച്ചിരിക്കുമ്പോൾ മരണത്തെ ഓർക്കാൻ വേണ്ടി, ഇങ്ങനെ ഒരു ജീവിതം വരാനുണ്ട് എന്ന് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഖബർസ്ഥാനുകൾ സന്ദർശിക്കണം.